രണ്ട് തുടർച്ചയായ പരമ്പര തോൽവികൾക്ക് ശേഷം സിംബാബ്വേയുമായിട്ടുള്ള പരമ്പര തൂത്തുവാരിയിട്ട് വിജയപാതയിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ ടീം ഇന്ത്യ. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3ഉം ഇന്ത്യ ജയിച്ചിരുന്നു. മാത്രമല്ല പരമ്പരയിൽ താരമായി മാറിയത് യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശിയായിരുന്നു കേട്ടോ. ഒന്നാമത് കളിയിൽ 50 റൺസും അതേപോലെ തന്നെ മൂന്നാമത് കളിയിൽ 81 റൺസും ആയിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നും പിറന്നത്. അത് മാത്രമല്ല പടുകൂറ്റൻ സിക്സറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും ഉണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യ പരമ്പര തൂത്തുവാരിയെങ്കിൽ കൂടി അമ്പേ പരാജയമായ കുറച്ച് പേർ ഈ ടീമിൽ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ ഇനി അടുത്ത T20 പരമ്പരയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ തന്നെയാണ്. അഭിഷേക് ശർമ്മ തുടർന്നുള്ള ഫോം ഔട്ട് തുടരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്നും മാറ്റിയിട്ട് സഞ്ജു സാംസനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ BCCI ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും 3 മത്സരങ്ങൾ പരാജയപ്പെട്ടത് മൂലമായിരുന്നു കേട്ടോ സഞ്ജു സാംസൺ ടീമിൻ്റെ പ്ലേയിങ് ലെവലിൽ നിന്നും തുടർന്ന് സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായത്. എന്നാൽ അതിൽ കൂടുതൽ മത്സരങ്ങൾ അഭിഷേക് ശർമ്മ തുടർന്നും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് വൈഭവ് സൂര്യവംശിക്ക് കൂട്ടായിട്ട് സഞ്ജു സാംസനെ കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് ടീമിൽ നിന്നും പുറത്തു പോകാനായിട്ട് പോകുന്നത് T20 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള തിലക് വർമ്മയാണ് കേട്ടോ. അഭിഷേക് ശർമ്മ കുറച്ച് കാലങ്ങൾ ആയിട്ടുള്ള ഫോം ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഏഷ്യ കപ്പിന് ശേഷം ഇങ്ങോട്ടുള്ള ഒരു മത്സരങ്ങൾ പോലും തിലക് വർമ്മ പ്രോപ്പറായിട്ടൊരു വിന്നിങ് ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ തന്നെ വൈസ് ക്യാപ്റ്റൻ പദവി കൊണ്ടും അതേപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ആളില്ല എന്നുള്ള കാരണം കൊണ്ടെല്ലാം അദ്ദേഹത്തിനെ ടീമിൽ നിരന്തരം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കണ്ടുവന്നിരുന്നത്. ഏഷ്യൻ ഗെയിംസ് പോലെയുള്ള നിർണായകമായിട്ടുള്ള പരമ്പരകൾ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പരമ്പര മുന്നിൽ കണ്ടുകൊണ്ട് തിലക് വർമ്മനെ പോലെയുള്ള ഫോം ഔട്ടിലുള്ള പ്ലെയേഴ്സിനെ ടീമിൽ നിന്നും മാറ്റുമെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ ടീമിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ശിവൻ ദുബെയാണ് കേട്ടോ. ശിവൻ ദുബെയും ഒരുപാട് കാലങ്ങളായിട്ട് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഇന്ത്യയെ ഒരു രീതിയിലും ഒരു പോസിറ്റീവ് ഇന്നിങ്സ് നൽകാത്തൊരു പ്ലെയറാണ്. ഹാർദിക് പാണ്ഡ്യ ഫിറ്റ്നസ് എടുത്ത് വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ പോകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതായിട്ട് ടീമിൽ നിന്നും പോകുന്നത് ബൗളർ കൂടിയായിട്ടുള്ള പ്രിൻസ് യാദവ് ആണ് കേട്ടോ. പ്രിൻസ് യാദവ് അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഇന്ത്യക്കായിട്ട് കളിച്ചിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെ ഒരു നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിന് ഇന്ത്യക്കായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ടീമിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മുഹമ്മദ് സിറാജ് അതേപോലെ തന്നെ ഭുവനേശ്വർ കുമാർ പോലെയുള്ള പ്ലെയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് ടീമിൽ നിന്നും പുറത്തു പോകുന്നത് സൂര്യാൻഷു ഷെഡ്ജിയാണ് കേട്ടോ. ഹാർദിക് പാണ്ഡ്യൻ്റെ അഭാവത്തിലായിരുന്നു ടീമിലേക്ക് അദ്ദേഹം വന്നത്. ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് വരുന്നതോടുകൂടിയിട്ട് തന്നെ സൂര്യാൻഷു ഷെഡ്ജ് ടീമിൽ നിന്നും പുറത്തു പോകുമെന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കഴിഞ്ഞ സിംബാബ്വെ പരമ്പരയിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സുകൾ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന് കിട്ടിയ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളും അദ്ദേഹം വലിയൊരു ഇന്നിങ്സ് പടുത്തുയർത്താൻ സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു മത്സരം മാത്രമാണ് കേട്ടോ 20 റൺസ് എടുത്ത് പുറത്താകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ എപ്പോഴും ഒരു 6 ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. തുടക്കം എപ്പോഴും ഇന്ത്യക്കായിട്ടൊരു നല്ല തുടക്കം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ.